മാസത്തിലെ നീർക്കോലി ഭയങ്കര ത്രില്ലറാ. വായിച്ചിട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. അത് നന്നായടാ, ആരെങ്കിലും ഒന്ന് ഞെട്ടണ്ടേ? ദാ വായിച്ചു നോക്ക്. എന്റെ അമ്മോ, ഞാൻ ഞെട്ടിയതേ നിന്റെ കഥ കേട്ടിട്ടല്ലടാ, ഇതിലേ അക്ഷരത്തെറ്റ് കണ്ടിട്ടാ. ഇനി ഇതും കൊണ്ട് എന്റെ മുമ്പിൽ വന്നേക്കരുത്. ഞാൻ എഴുതിയ ഈ ഞെട്ടിക്കുന്ന കഥ ഒന്ന് പുസ്തകമാക്കി തരണം. കഷ്ടം നിന്റെ കാര്യം. എന്താ ചേട്ടാ, എന്താ പ്രശ്നം? എടാ മന്ദബുദ്ധി, കഥ പ്രസിദ്ധീകരിക്കാൻ ബുക്ക് സ്റ്റാളിലാണോടാ കൊണ്ടുവരേണ്ടത്? ഇവിടെ അച്ചടിയില്ല, വിൽപ്പനയേ ഉള്ളൂ. ഇതുപോലും അറിയാതെയാണോ കഥയും എഴുതി കൊണ്ടുവന്നിരിക്കുന്നത്? ഇവിടെ കുറെ പുസ്തകങ്ങൾ തൂക്കിയിട്ടിരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ കരുതി ഇവിടുന്നായിരിക്കും ഇതിന്റെ പരിപാടി എന്ന്. ഇവിടെ അങ്ങനെ ഒരു പരിപാടി ഇല്ല മോനെ. അങ്ങനെ പറയരുത് ചേട്ടാ, ഇതൊന്ന് പുസ്തകമാക്കി തരണം. എടാ മോനെ, കഥ എഴുതാൻ അനുഭവജ്ഞാനം വേണം. അതൊക്കെയുണ്ട്, അല്പം ഭാവനയുടെ കുറവുണ്ടെന്ന് അച്ഛൻ പറഞ്ഞു. പക്ഷേ നമുക്ക് അതിനും വഴിയുണ്ടാക്കാം. ഭാവനക്കുറവിന് പരിഹാരമോ? നീ കൊള്ളാലോ.